കോവയ്ക്കാത്തോരൻ ഇതാ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? രാവിലെ നല്ല തിരക്ക് പിടിച്ച സമയത്ത് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി എടുത്താണ്ടല്ലോ, പെട്ടെന്ന് പണിയും കഴിയും, നല്ല അടിപൊളി ടേസ്റ്റും കേട്ടോ. അതിനാദ്യം വേണ്ട നല്ല പച്ച കോവയ്ക്ക വേണേ, പഴുത്ത കോവയ്ക്ക പാടില്ല കേട്ടോ. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത്രയും പരിപാടിയുള്ളൂ. ഇനിയെല്ലാം പടപടേന്ന് തീരും കേട്ടോ. അതാദ്യം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 3-4 കൊച്ചുള്ളിയും 2 പച്ചമുളകും കുറച്ച് ജീരകവും ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു 2 പിടി തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. ഒരുപാട് അരിഞ്ഞു പോകാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക മാത്രമേ ചെയ്യുള്ളേ. അപ്പോൾ ഇതുപോലെ കിട്ടും കേട്ടോ. ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലയിട്ട് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ കോവയ്ക്കയുടെ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവേ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഒരു അടച്ച് വെച്ച് ഒരു 5-10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, നല്ല അടിപൊളി കോവയ്ക്ക തോരൻ റെഡി കേട്ടോ. ഇത് കഴിക്കുമ്പം ആരായാലും ഒന്ന് ചോദിച്ചു പോവേ, ഇത് എന്ത് തോരനാണ്, കോവയ്ക്കാണെന്ന് മനസ്സിലാക്കാനേ പറ്റില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ. നല്ല വെള്ളമൊന്നുമില്ലാതെ ഒട്ടും കുഴയാതെ നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ഈസിയാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.